കാശി പാർട്ട് 16. നീയൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാശിയെ കാണാം. ഗൗരി അത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ശ്രീ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അങ്ങനെയൊരു ചെറുപ്പക്കാരനെ കണ്ടതേയില്ല. ഇവിടെ ഞാൻ കണ്ടില്ല. ശ്രീ എത്ര പെട്ടെന്ന് കാശി എങ്ങോട്ട് പോയി? ഷെടാ, ഇതിപ്പോ ഞാൻ ആരായി? വാ നമുക്ക് നോക്കാം. ഗൗരി വീണ്ടും രണ്ടുപേരും ആ ചന്തയിലൂടെ മുഴുവൻ നടന്നെങ്കിലും കാശിയെ കണ്ടതേയില്ല. ഇന്നിപ്പോ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വാ നമുക്കിനി വീട്ടിൽ പോകാം. ഗൗരി രണ്ടുപേരും അവിടെ നിന്നും ജീപ്പിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തതും കാശി ഒരു കടയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. ശ്രീ അവൾ എങ്ങനെ ഇവിടെ എത്തി? അതും ആ ഗൗരിയുടെ കൂടെ. ശ്രീയാണെങ്കിൽ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇപ്പോ കാശിയേശനും അവൾ പോയ വഴിയെ നോക്കി കാശി ആലോചിച്ചു. ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്കിൽ ശരിയാവില്ല. ശ്രീ എന്നെ ഇവിടെ കണ്ടാൽ പ്രശ്നമാണ്. കൂടെ ഗൗരിയുമുണ്ട്. കാശി അതെല്ലാം ആലോചിക്കുമ്പോഴാണ്, കാശി മോനെ, നീ എന്താടാ ഈ ആലോചിച്ച് നിൽക്കുന്നേ? ആ ഗൗരി മോളെ കണ്ട് നീ ഒളിഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അമ്മ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. നീ ഒളിഞ്ഞു നടന്നോ? ആ കുട്ടി ഒരു പാവമല്ലേ, നമുക്ക് ആലോചിക്കാലോ. ആ ആലോചിക്കാം, വേണ്ടെന്ന് പറയുന്നില്ല. ഇങ്ങോട്ട് എത്തേണ്ട ആൾ എത്തിയാൽ ശരിയാവും. കാശി അവൻ അതും പറഞ്ഞു അമ്മയുടെ കയ്യിലുള്ള സഞ്ചിയെല്ലാം വാങ്ങി മുന്നോട്ട് നടന്നു. എത്തേണ്ട ആളോ? അതാരാ? അമ്മ അതും ആലോചിച്ചു അവന്റെ കൂടെ നടന്നു. എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? അതുമല്ല, ആ ഗൗരി മോളെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ട്, അവളെ കണ്ടോ നീ? അമ്മക്ക് എത്ര മരുമക്കൾ വേണം? 2 എണ്ണം വേണോ? കാശി കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും അവരൊന്ന് ഞെട്ടി. ഒന്ന് പോടാ, ആ കുട്ടിയെ ഇതിനു മുമ്പ് എവിടെയൊന്നും കണ്ടിട്ടേയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അവനൊന്ന് മൂളിക്കൊണ്ട് നടന്നു. എന്നാലും ഈ കാശി ഇതെവിടെ പോയി കാണും? മുറിയിലിരുന്നു നല്ല ചിന്തയിലാണ് ഗൗരി. ഗൗരി നമുക്ക് പിന്നെ കാണാം, നീ അത് തന്നെ ആലോചിക്കാതെ. ആ നിനക്ക് ഞങ്ങളുടെ പ്രണയകഥ പറഞ്ഞു തരണോ? അതായത് എന്റെ പ്രണയകഥ. ആ ഞങ്ങളുടെ എന്ന് പറയാൻ അവനൊന്ന് നോക്കണ്ടേ? ആ വീത്തുമീ ഗൗരി. അത് കേട്ടതും ശ്രീ പൊട്ടിച്ചിരിച്ചു. ആ ചിരിക്കൊന്നും വേണ്ട, എന്റെ മാവും ഒരു ദിവസം പൂക്കും. ഗൗരി ഓ അങ്ങനെ ആവട്ടെ, നീ കഥ പറ കേൾക്കട്ടെ. ശ്രീ അതായത് ഇവിടെ ഉള്ളവർക്കെല്ലാം ജോലി എന്ന് പറയുന്നത് നെൽകൃഷിയാ. അപ്പോ അതിന്റെ നെയ്ത്തും അങ്ങനെയാണ്. ഇവിടെ എല്ലാം ചെയ്യുക പണിക്കാരാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പാടവരമ്പിലൂടെ നടന്നു വരുമ്പോൾ ഞാൻ തനിച്ചാണ് കേട്ടോ. അപ്പോ ആരോ ഉണ്ട് എന്ന് പറയുന്നു. ഞാനത് കേട്ട് തിരിഞ്ഞു നോക്കി വന്ന ഞാനിതാ കിടക്കുന്നു ചെളിയിൽ. ചേറിൽ നിന്നും എണീറ്റ് നോക്കുമ്പോ ആ കാശി അവിടെ കിടന്നു പൊട്ടിച്ചിരിക്കുന്നു. ഞാനൊന്ന് സോസോ എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കാൻ മാത്രമുള്ളൂ ഈ ചെട്ടിയാരുടെ മോള്. അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമായി. ചെളി വാരിയെടുത്ത് ഞാൻ അവന്റെ മേലിലേക്ക് എറിഞ്ഞു. അത് കണ്ട് ദേഷ്യം കയറിയ അവൻ എന്നെ തല്ലി. എനിക്കാണെങ്കിൽ അന്ന് ഒത്തിരി സങ്കടമായി. അന്ന് അവിടെ നിന്നും ഓടി വീട്ടിൽ വരുമ്പോൾ അപ്പായോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പ ആളുകളെ കൂട്ടി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല. അവൻ അവരെയെല്ലാം തല്ലിയാട്ടി. അതോടെ എനിക്ക് വാശി കയറി. പിന്നീട് അവനെ കാണുമ്പോൾ പണി കൊടുക്കലായിരുന്നു എനിക്ക് പണിയെന്ന് തന്നെ പറയാലോ. അവന്റെ ട്രാക്ടറിന്റെ മുമ്പിലെ ടയർ അവൻ കാണാതെ ഊരി മാറ്റി. അന്ന് അവൻ അതൊന്നും അറിയാതെ അതിൽ കയറി ആ ചെളിയിൽ മറഞ്ഞു വീണു. അങ്ങനെ എത്ര പണികൾ ഞാൻ അവന് നൽകിയെന്നറിയോ? ഇടയിൽ എനിക്ക് എപ്പോഴോ അവന്റെ സ്വഭാവം ഇഷ്ടമായി തുടങ്ങി.
ഇപ്പോ അവനെ കണ്ടാൽ വാശിയോടെ ഓരോന്ന് കാണിക്കുമെങ്കിലും വീട്ടിൽ വന്നാൽ അവനെ എനിക്ക് വേണമെന്ന് വാശിയും പിടിക്കും. അതെന്തെങ്കിലുമൊക്കെ അവൻ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു ഞാനും ഇങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയർ എത്തി. ഇപ്പോഴും അവൻ ഒരു പുരോഗമനോ ഇല്ലെന്ന് എന്ന് മാത്രം. അതും പറഞ്ഞ് ഗൗരി താടിക്ക് കൈ വെച്ചു. ശ്രീ അതെല്ലാം കേട്ട് ചിരിയോടെ ഇരുന്നു. അല്ല ശ്രീ, നീ നിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതായത് ആരുമില്ലെന്ന് പറഞ്ഞു, ബട്ട് എന്നാലും ആരെങ്കിലും കാണില്ലേ? ഗൗരി അങ്ങനെ ചോദിച്ചാൽ പറയാനാണെങ്കിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, കോടിക്കണക്കിന് സ്വത്തുമുണ്ട്. അത് കേട്ടതും ഗൗരി ഒന്ന് ഞെട്ടി. നിനക്ക് ഇവരെല്ലാം ഉണ്ടോ? എന്നിട്ട് ഇവിടെ എങ്ങനെ? അപ്പോ ആരുമില്ലെന്ന് പറഞ്ഞതോ? പറയാം ഗൗരി. ആ വീട്ടിൽ നിന്നും ഓടി വന്നതാണെങ്കിലും എന്നെ തേടി അവിടെ വരും. കാരണം അവർക്ക് വേണ്ടത് എന്നെയല്ല, എൻ്റെ പേരിലുള്ള സ്വത്താണ്. അതുകൊണ്ട് അവർ തേടി പിടിച്ച് വരിക തന്നെ ചെയ്യും. ഗൗരി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. പറയുവാനാണെങ്കിൽ വലിയൊരു കഥ പറഞ്ഞു തീർക്കാൻ മാത്രമുണ്ട്. അതിനെന്താ, നീ പറ, എനിക്ക് ഇന്ന് തന്നെ കേൾക്കണം. ഗൗരി, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ ആ വലിയ വീട്ടിൽ തന്നെയാണ്. ഒന്നിനും ഒരു കുറവുമില്ലാതെ വളർന്നു. അമ്മ എന്ന് വെച്ചാൽ പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കാനും ആരെയും സഹായിക്കാനും എന്തിനും ഏതിനും എല്ലാവരുടെയും കൂടെ കാണും. പാവങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റൽ, സ്കൂൾ, വീട്, അങ്ങനെ ഒത്തിരി സഹായം ചെയ്തിരുന്നു അമ്മ. പക്ഷേ ഇതൊന്നും അച്ഛന് വലിയ താല്പര്യമില്ലായിരുന്നു. അമ്മ ഇതെല്ലാം അനാവശ്യമായി ചിലവാക്കുകയാണ് എന്നായിരുന്നു അച്ഛൻ്റെ അഭിപ്രായം. പക്ഷേ അച്ഛന് അതിലൊന്നും ചെയ്യാൻ ആവില്ലായിരുന്നു. കാരണം അതെല്ലാം അമ്മയുടെ സ്വത്താണ്. അതായത് അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളായിരുന്നു, എൻ്റെ അമ്മ മാത്രം. അമ്മയും അച്ഛനും പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അച്ഛനാണെങ്കിൽ ആരുമില്ല, അനാഥനും. അമ്മയുടെ സഹതാപം തന്നെ കാരണം. ഒറ്റ മോളായതുകൊണ്ട് കല്യാണത്തിന് ഇവരാരും എതിർത്തില്ല. ഞാൻ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ അച്ഛനോ അമ്മയോ ജീവനോടെ ഇല്ല. ഞാൻ കണ്ടിട്ടുമില്ല. ചെറുപ്പത്തിലെല്ലാം അച്ഛന് നല്ല സ്നേഹമായിരുന്നു. പിന്നെ പിന്നെ വെറുതെ ദേഷ്യപ്പെടുന്ന സ്വഭാവമായി മാറി. അതോടൊപ്പം അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടാൻ തുടങ്ങി. അമ്മയുടെ സ്വത്തിൻ്റെ പേരിലായിരുന്നു. അമ്മ ഇങ്ങനെ ചിലവാക്കുന്നത് അച്ഛന് ഇഷ്ടമാവാതെ പലപ്പോഴും വഴക്ക് കണ്ട് കരഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് ശീലമായി തുടങ്ങി. അന്ന് പലപ്പോഴും അച്ഛൻ്റെ വായയിൽ നിന്നും വന്നതാണ് സ്വത്ത് കണ്ടാണ് അമ്മയെ സ്നേഹിച്ചതെന്നും അമ്മയല്ല അച്ഛന് വേണ്ടത് സ്വത്താണ് എന്നും. ഒരു ദിവസം അന്ന് എനിക്ക് 12 വയസ്സ്. എൻ്റെ റൂമിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ ശബ്ദം കേൾക്കുന്നത്. പേടിച്ച് ഓടി വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും ദേഷ്യത്തിൽ വഴക്ക് കൂടുന്നു. അവിടെ ദേഷ്യത്തിൽ അച്ഛൻ അമ്മയെ തള്ളി. മേലെ തട്ടിൽ നിന്നും അമ്മ താഴേക്ക് വീണു. അച്ഛൻ അത് കണ്ട് സന്തോഷിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അന്ന് അതെല്ലാം കണ്ടു നിന്ന എന്നോട് അച്ഛൻ പറഞ്ഞത്, ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ കൊന്നു കളയും എന്നായിരുന്നു. ഞാൻ ആരോട് പറയാൻ? അങ്ങനെ ബന്ധുക്കളൊന്നുമില്ല. എല്ലാം സങ്കടത്തിൽ ഉള്ളിൽ ഒതുക്കേണ്ടി വന്നു. 10 വയസ്സ് മുതൽ വീട്ടിലെ വഴക്ക് കൊണ്ട് സങ്കടമായിരുന്നു. വീട്ടിൽ ഇരിക്കുന്നതും സ്കൂളിൽ പോകുന്നതും എല്ലാം വെറുപ്പായിരുന്നു. പക്ഷേ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് ആ വേദനയിലും അമ്മ എന്നെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് നടന്നതെല്ലാം പുതിയ സംഭവമായിരുന്നു. അമ്മ പോയപ്പോൾ അച്ഛൻ എല്ലാവരുടെയും കണ്ണിൽ സങ്കടം അഭിനയിച്ച് അതൊഴിവാക്കി. അതോടെ എല്ലാം കയ്യിൽ കിട്ടിയ അച്ഛൻ ആളാകെ മാറി. അന്ന് അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് 2 പേര് വന്നു. അന്നാണ് ഞാൻ അറിയുന്നത് അച്ഛൻ അമ്മയെ വിവാഹം ചെയ്യും മുമ്പേ വേറെ വിവാഹം ചെയ്തിട്ടുണ്ടെന്നും അതിൽ ഒരു കുഞ്ഞ് ഉണ്ടെന്നുമുള്ളത്. അതും എന്നേക്കാൾ വലുത് കാർത്തിക്. അവൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് ആർക്കോ വേണ്ടി ജീവിക്കാൻ തുടങ്ങി. സ്വയം മരിക്കാൻ ആവില്ല ആയതുകൊണ്ട് ഒരു ജീവിച്ചു തീർക്കലായിരുന്നു. രണ്ടാനമ്മയുടെ സ്ഥാനത്തെത്തി എന്നെ എത്ര ദ്രോഹിക്കാവോ അത്രയും ദ്രോഹിച്ചു തുടങ്ങി. വെറുതെ തല്ലിയും വേദനിപ്പിച്ചും അവർ ആനന്ദിച്ചു.
എല്ലാം സഹിച്ച് ആരോടും ഒരു പരാതിയുമില്ലാതെ ഞാൻ ജീവിക്കാൻ തുടങ്ങി. ഒന്ന് സംസാരിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നോ എങ്കിൽ എന്ന് കൊതിച്ച ദിവസങ്ങൾ ഏറെയായിരുന്നു. അതിൻ്റെ ഇടയിൽ കാർത്തിക് അവൻ എന്നോട് മോശമായി സംസാരിക്കാനും എന്നെ തൊടാനെല്ലാം ശ്രമിക്കാൻ തുടങ്ങി. അന്ന് അവിടുത്തെ സെർവൻ്റാണ് അവരിൽ നിന്നും എന്നെ രക്ഷിച്ചേ. ഒന്ന് ഉറങ്ങാൻ പോലും ഭയന്ന് ജീവിച്ച ദിവസമായിരുന്നു അവിടെ. അവനെ പേടിച്ചു. രാത്രി ഉറങ്ങാൻ വരെ പേടിച്ചിരുന്നു. തുടരും.